Hello everyone, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 സവാള നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് വേണ്ടി ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 4 ഇടത്തരം ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പപ്പടം. പാൻ ചൂടായി കഴിയുമ്പോഴേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്നായി കഴിയുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി അതൊന്ന് പാകമായി വരുമ്പോഴേക്കും ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം. നമ്മളൊരു ചീകി വെച്ചേക്കുന്ന ഒരു പപ്പടം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പതുക്കെ വെള്ളത്തിലൊന്ന് മുക്കെടുക്കുകയാണ്. ഇനി ആ പപ്പടം ഒന്നെടുത്ത് ഒരു വശത്തായിട്ട് ആ മസാലയൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് പതുക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ് സൈഡൊക്കെ. വേണമെങ്കിൽ 1 സ്പൂൺ മൈദ വെള്ളത്തിൽ ചേർത്തിട്ട് അതൊന്ന് സൈഡിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് പപ്പടം ഒന്ന് നനച്ചുകൊണ്ട് അല്ലാണ്ട് ഇരുന്നോളും, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കണ്ടു, ഇപ്പം നല്ലോണം അത് ഒട്ടിയിട്ടുണ്ട് എല്ലായിടത്തും. ബാക്കിയുള്ളതും കൂടി അതേപോലെ തന്നെ ആക്കിയെടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരിയാൽ മതി. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോഴേക്കും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിടരുത്, പപ്പടം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഉള്ളിൽ വെച്ചേക്കുന്ന ഫില്ലിങ് നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 2 വശം ഒന്ന് ആയി കഴിയുമ്പോഴേക്കും അത് വറുത്ത് കോരിയെടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.